പൂരം ഉത്സവാഘോഷങ്ങളിലെ ആനെഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തദ്ദേശീയർക്കും മുതിർന്ന പൗരന്മാർക്കും ദർശനത്തിനുള്ള ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തം. തീരുമാനം ദേവസ്വം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. 2 സൈബർ കേസുകളിലായി 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ഇതര സംസ്ഥാനക്കാരായ 3 പേരെ ഉത്തരേന്ത്യയിൽ നിന്നും തൃശൂർ സൈബർ ക്രൈം പോലീസ് പിടികൂടി. പുന്നൂർ സ്വദേശികളുടെ പണമാണ് പ്രതികൾ തട്ടിയെടുത്തത്. ജനവാസ കേന്ദ്രങ്ങളിലും പൊതുയിടങ്ങളിലും സെപ്റ്റിക് മാലിന്യം അടക്കം തള്ളുന്നത് പതിവാകുന്നു. കാറളത്തും പാവറട്ടിയിലും തള്ളിയ മാലിന്യം നിക്ഷേപിച്ചവരെ കൊണ്ട് തിരിച്ചെടുപ്പിച്ച് അധികൃതർ. കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കനത്ത പോലീസ് സുരക്ഷയിൽ കുന്നംകുളം കോടതിയിലെത്തിയാണ് മൊഴി നൽകിയത്. കടുത്ത ജോലിഭാരം, അവധി ലഭിക്കുന്നില്ല. പോലീസുകാർക്കിടയിൽ ആത്മഹത്യയേറുന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പൂരം ഉത്സവാഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യവുമായാണ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പൂരം എഴുന്നള്ളിപ്പുകൾ നടത്താനാകില്ലെന്ന് ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിൽ പറയുന്നു. അതേസമയം ഇതിനെതിരെ മൃഗസ്നേഹികളുടെ സംഘടന തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തദ്ദേശീയർക്കും മുതിർന്ന പൗരന്മാർക്കും ദർശനത്തിനുള്ള ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റി. ദേവസ്വത്തിനെതിരെ പ്രതിഷേധം ശക്തം. ഏകാദശിയോടനുബന്ധിച്ചാണ് തദ്ദേശീയർക്കും മുതിർന്ന പൗരന്മാർക്കുമുള്ള ക്യൂ സംവിധാനം ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഏകാദശി ആഘോഷം കഴിഞ്ഞതിന് ശേഷവും ഇത് തുടരുകയായിരുന്നു. ഇതിൽ പ്രദേശവാസികളായ ഭക്തരുടെ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. മുതിർന്ന പൗരന്മാരും അമർഷത്തിലാണ്. ദേവസ്വത്തിന്റെ നയം ഭക്തരുടെ വികാരം മാനിച്ചല്ലെന്നാണ് ആക്ഷേപം. ബന്ധുവിന്റെ മരണം മൂലം വാലായ്മയുള്ള തന്ത്രി ഏകാദശി ഊട്ടിന് വിളക്ക് കൊളുത്തിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തന്ത്രി സമാജവും യോഗക്ഷേമ സഭയും ഈ വിഷയത്തിൽ തന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാന്റെ സുഹൃത്തിന് സൗജന്യമായി കളഭം നൽകിയില്ലെന്നാരോപിച്ച് ക്ഷേത്ര മാനേജരെ സ്ഥലം മാറ്റിയത് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ദർശനത്തിനെത്തുന്ന ഭക്തരെ ശ്രീകോവിലിന് മുന്നിൽ ബലമായി തള്ളി നീക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവും നിലനിൽക്കുന്നുണ്ട്. ശ്രീകോവിലിന് മുന്നിൽ ഇത് പലപ്പോഴും വാഗ്വാദത്തിന് ഇടയാക്കുന്നുണ്ട്. സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവരെ ബലമായി തള്ളിയും വലിച്ചുമാണ് നീക്കുന്നത്. ആരാധനാലയത്തിലെ സാഹചര്യത്തിന് നിരക്കാത്ത വിധം ഉറക്കെ ചീത്ത വിളിച്ചും ഭണ്ഡാരത്തിൽ ശബ്ദത്തിൽ അടിച്ചും പെരുമാറുന്ന ജീവനക്കാർ ക്ഷേത്രത്തിന് കളങ്കമാണെന്നാണ് ഭക്തരുടെ വികാരം. അനാവശ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ഭരണസമിതി ഭക്തർക്ക് സുഖസന്ദർശനത്തിനും ക്ഷേത്രത്തിന്റെ പാവനത സൂക്ഷിക്കാനും ശ്രമിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രാദേശികർക്ക് ദർശനം നടത്തുന്നതിനുള്ള വരി ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്തർ ദേവസ്വം ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കമുള്ള 100ഓളം പേരാണ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. ദേവസ്വം ഭരണസമിതി അനുകൂല തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ മുഴുവൻ പ്രാദേശിക ഭക്തജനങ്ങളെയും ഉൾപ്പെടുത്തി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ച് ദേവസ്വം ഭരണസമിതിക്ക് നിവേദനവും നൽകി. അടുത്ത ഭരണസമിതി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. പ്രസിഡന്റ് G.K. പ്രകാശൻ, സെക്രട്ടറി P.A. സജീവൻ, ട്രഷറർ P. മുരളീധര കൈമൾ, ബിന്ദു നാരായണൻ, സദു താമരശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. രണ്ട് സൈബർ കേസുകളിലായി 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ഇതര സംസ്ഥാനക്കാരായ 3 പേരെ ഉത്തരേന്ത്യയിൽ നിന്നും തൃശൂർ സൈബർ ക്രൈം പോലീസ് പിടികൂടി. ബീഹാർ സ്വദേശികളായ സഞ്ജയ് കുമാർ, അഭിനവ് സിംഗ്, ജാർഖണ്ഡ് സ്വദേശി ദിനുകുമാർ മണ്ഡൽ എന്നിവരാണ് അറസ്റ്റിലായത്. പെരിങ്ങാവ് സ്വദേശിയെ ഫോണിൽ വിളിച്ച് ഓല ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്യുന്നതിനായി ഒരു വെബ്സൈറ്റ് ലിങ്ക് അയച്ചു കൊടുത്ത് അതിലൂടെ 1,38,500 രൂപയാണ് തട്ടിയത്. സ്കൂട്ടറോ തുകയോ ലഭിക്കാതായതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത്. മറ്റൊരു കേസിൽ പുന്നയൂർ സ്വദേശിയുടെ 7,14,100 രൂപയാണ് തട്ടിയെടുത്തത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തതായുള്ള മെസ്സേജ് ഫോണിലേക്ക് അയച്ച് അതിലൂടെ ലിങ്ക് നൽകി. പിന്നീട് ബാങ്ക് അധികാരികളാണെന്ന് പറഞ്ഞ് വിവിധ നമ്പറുകളിൽ നിന്ന് ഫോൺ വിളിച്ച് OTP കൈക്കലാക്കിയായിരുന്നു തട്ടിപ്പ്. 2 കേസിലും അന്വേഷണം ആരംഭിച്ച തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ്
പ്രതികളെ ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നുമായാണ് പിടികൂടിയത്. ഈ പ്രതിയിലേക്ക് എത്താനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ ചെയ്തിരുന്നു. ഏകദേശം 100-ന് മുകളിലുള്ള കോൾ ഡീറ്റെയിൽസുകൾ പരിശോധിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ എക്സാക്ട് രീതി ഞാൻ പറയുന്നില്ലെങ്കിലും അതിൽ നിന്ന് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തോടുകൂടി ഈ പ്രതിനെ സീറോ ഇൻ ചെയ്ത് പ്രതിനെ കണ്ടെത്തി ആ പ്രതിയിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ സൈബർ തട്ടിപ്പുകളിൽ പരമാവധി പെടാതിരിക്കാനുള്ള ശ്രദ്ധാപൂർവ്വമുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇരയായി കഴിഞ്ഞാൽ 1930 എത്രയും പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമൗണ്ട് ഹോൾഡ് ആവും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇൻസ്പെക്ടർ സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. TCV ന്യൂസ്, തൃശൂർ. കാരളം നന്ദി റോഡിൽ പാടത്തേക്ക് അറവ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടി. മാലിന്യം തള്ളിയ ചാലക്കുടി പോട്ടർ സ്വദേശി ചിറക്കാട്ടുകാരൻ മാഹിനെതിരെയാണ് കാരളം പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത്. സ്വന്തം ചെലവിൽ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യിക്കുകയും മാലിന്യം തള്ളിയ സ്ഥലം ക്ലോറിൻ ചെയ്ത് ശുചീകരിപ്പിക്കുകയും 25,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഇയാൾക്കെതിരെ പോലീസ് കേസുമെടുത്തു. മാലിന്യം ശരിയായി സംസ്കരിക്കാമെന്നും നന്ദി പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് തടയാൻ ഇയാൾ സ്വന്തം ചെലവിൽ 2 CCTV ക്യാമറകൾ സ്ഥാപിക്കാമെന്നുമുള്ള ഉറപ്പിലാണ് പഞ്ചായത്ത് നടപടികൾ അവസാനിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ NR രതീഷ്, വാർഡംഗം അമ്പിളി റനിൽ എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെയാണ് നിരവധി ചാക്കുകളിലായി അറവ് മാലിന്യം റോഡിനോട് ചേർന്ന് പാടത്തേക്ക് തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. കാർ നമ്പറും എല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രാവിലെ വന്നു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് 25,000 രൂപ പിഴ അടപ്പിക്കുകയും പിന്നെ ഈ മാലിന്യം തിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവരോട് അതിന് പുറമെ ഈ മാലിന്യം കൊണ്ടുപോയി എവിടെയാണ് സംസ്കരിക്കുന്നത് കൃത്യമായിട്ട് എഴുതി ഒപ്പ് വെച്ചതിന് ശേഷം മാത്രം ഈ മാലിന്യം എവിടെ കൊണ്ടുപോകുമെന്ന് പറയാനും പറഞ്ഞിട്ടുണ്ട്. പാവറട്ടിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിച്ച മാലിന്യം തിരികെ എടുപ്പിച്ചു. പാവറട്ടി ആസാദ് റോഡിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് വാഴ, പോളകളും പിണ്ടികളും അടക്കമുള്ള മാലിന്യങ്ങൾ തള്ളിയത്. ഫോട്ടോകൾ സഹിതം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നാട്ടുകാർ പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് സെക്രട്ടറിയുടെ നടപടി. മാലിന്യങ്ങൾ കൊണ്ടുവന്ന വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചതോടെ വാഹന ഉടമയെ വിളിച്ച് മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. ലോറി ഡ്രൈവർക്കെതിരെ പിഴയും ചുമത്തിയിട്ടുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ വാഹനം കണ്ടുകെട്ടുന്ന അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സെക്രട്ടറി ഷിബുദാസ് കൊമേരി വ്യക്തമാക്കി. ജനവാസ കേന്ദ്രങ്ങളിലും വയലുകളിലും രാത്രിയിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്ന സംഘങ്ങൾ സജീവം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുഴയ്ക്കൽ പാടത്ത് സംസ്ഥാന പാതയോട് ചേർന്ന് സെപ്റ്റിക് മാലിന്യം തള്ളിയിരുന്നു. മാലിന്യം തള്ളുന്ന സംഘങ്ങൾ ജില്ലയിൽ സജീവമാണ്. രാത്രിയിലാണ് ഇവർ മാലിന്യം തള്ളുക. മാലിന്യവുമായി എത്തുന്ന ചില ലോറികൾക്ക് പൈലറ്റും എസ്കോർട്ടുമായി ബൈക്കുകളിൽ ആളുകളുണ്ടാകും. അർദ്ധരാത്രി എത്തുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ അധികൃതർക്കാവുന്നില്ല. സെപ്റ്റിക് ടാങ്കുകൾ ശുദ്ധീകരിക്കുന്നതിന് കരാറെടുത്ത ഏജൻസികളാണ് മാലിന്യം തള്ളുന്നതിന് പുറകിലുള്ളത്. രാസവസ്തുക്കൾ കലർന്ന മാലിന്യം തള്ളുന്നത് ജലസ്രോതസ്സുകൾ മലിനപ്പെടുന്നതിനും കൃഷിനാശത്തിനും കാരണമാകുന്നുണ്ട്. ചില മേഖലകളിൽ പ്രദേശവാസികൾ ഉറക്കമൊഴിച്ച് കാത്തിരുന്ന് ഇത്തരം വാഹനങ്ങൾ പിടികൂടാറുണ്ട്. കോർപ്പറേഷൻ ബോർഡ് വെച്ച് തൃശൂർ നഗരത്തിലെ കാനയിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയ സംഭവമുണ്ടായിട്ടുണ്ട്. മാലിന്യ ടാങ്കർ മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശുചിമുറി മാലിന്യ സംസ്കരണത്തിനുള്ള പ്ലാന്റുകളുടെ അഭാവമാണ് പൊതുവിടങ്ങളിൽ മാലിന്യം തള്ളുന്നതിന്റെ പ്രധാന കാരണമായി മാറുന്നത്. TCV, തൃശൂർ. കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. പോലീസ് അകമ്പടിയിൽ അതീവ സുരക്ഷയിലാണ് സതീഷ് കോടതിയിലെത്തിയത്. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ചാക്ക് കെട്ടുകളിലായി 6.5 കോടി രൂപ എത്തിച്ചുവെന്നായിരുന്നു തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ. ഇത് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ BJP നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും തുടരന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. 2021 ഏപ്രിൽ 7-നാണ് കൊടകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തൃശൂർ പോലീസ് ക്ലബിലെത്തി അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കടുത്ത ജോലിഭാരം, അവധി ലഭിക്കുന്നില്ല. പോലീസുകാർക്കിടയിൽ ആത്മഹത്യയേറുന്നു. സ്റ്റേഷനുകളിൽ മതിയായ ഉദ്യോഗസ്ഥരില്ല. മലപ്പുറം സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ സ്വയം വെടിയുതിർത്ത് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ലീവ് ലഭിക്കാത്തതിൽ മനംനൊന്ത് വയനാട് സ്വദേശി വിനീതാണ് ആത്മഹത്യ ചെയ്തത്. മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം പോലീസിൽ ഏറുകയാണ്. 5.5 വർഷത്തിനിടയിൽ 80-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരാണ് സേനയിൽ ആത്മഹത്യ ചെയ്തത്. ജോലിഭാരവും ലീവ് ലഭിക്കാത്തതും മേലുദ്യോഗസ്ഥരുടെ പീഡനവും മാനസിക സംഘർഷവുമാണ് ആത്മഹത്യകൾ വർദ്ധിക്കുന്നതിന് കാരണം. 24 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്താലും വിശ്രമം ലഭിക്കാത്തവരുണ്ട്. ഗുരുവായൂർ ഏകാദശിക്ക് തലേന്ന് ഡ്യൂട്ടിയിൽ പ്രവേശിച്ച് ഏകാദശിയുടെ പിറ്റേന്ന് വരെ ജോലിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്.
പെറ്റി കേസുകളുടെ എണ്ണം തികയ്ക്കാത്തതിനെ ചില ഉദ്യോഗസ്ഥർക്ക് ജില്ലയിൽ മെമ്മോ ലഭിച്ചിരുന്നു. കുടുംബാംഗങ്ങളോടൊത്ത് ചിലവഴിക്കാൻ ആവശ്യത്തിന് ലീവ് ലഭിക്കാതെ ഉദ്യോഗസ്ഥർ ആത്മസംഘർഷം അനുഭവിക്കുകയാണ്. ഭൂരിഭാഗം സ്റ്റേഷനുകളിലും ആവശ്യത്തിന് ജീവനക്കാരില്ല. സേനാംഗങ്ങളുടെ ആത്മബലം വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ പതിവായി ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ഇത് സർക്കുലറിൽ ഒതുങ്ങുകയാണ്. നിരവധി ഉദ്യോഗസ്ഥരാണ് സ്വയം വിരമിക്കലിനെ അപേക്ഷിച്ചിട്ടുള്ളത്. TCV തൃശൂർ. ചേർപ്പ് പൂച്ചിനിപ്പാടത്ത് സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൂടെയുണ്ടായിരുന്ന മകൾക്ക് ഗുരുതര പരിക്കേറ്റു. തൊട്ടിപ്പാൾ സ്വദേശി നീലങ്കാവിൽ വീട്ടിൽ 59 വയസ്സുള്ള വിൻസെന്റാണ് മരിച്ചത്. മകൾ വിപിനയെ ഗുരുതര പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വടക്കുനാഥൻ ബസ്സാണ് ബൈക്കിലിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ വിൻസെന്റിനെ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സ്കൂൾ കലോത്സവത്തിൽ അവതരണഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലം ചിട്ടപ്പെടുത്തും. വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കാമെന്ന് കലാമണ്ഡലം സർക്കാരിനെ അറിയിച്ചു. നൃത്തം പഠിപ്പിക്കാൻ പ്രശസ്ത നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാമർശം വിവാദമായിരുന്നു. കലോത്സവത്തിലൂടെ വളർന്നുവന്ന നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് അഹങ്കാരമെന്നായിരുന്നു മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. വെഞ്ഞാറമൂട് നടന്ന ഒരു പൊതുപരിപാടിക്കിടെയാണ് മന്ത്രി നടിക്കെതിരെ ആഞ്ഞടിച്ചത്. ജനുവരി 4 മുതലാണ് തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. ഈ കലോത്സവത്തിന്റെ അവതരണഗാനം ചിട്ടപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരു നടിയെ സമീപിച്ചു. ഗാനം ചെയ്യാം എന്നേറ്റ അവർ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. കലോത്സവത്തിലൂടെ വളർന്ന് താരമായ നടിക്ക് അഹങ്കാരവും പണത്തിനോട് ആർത്തിയും എന്നായിരുന്നു വിമർശനം. പരാമർശം വിവാദമായതോടെ മന്ത്രി പിന്നീട് പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തിരുന്നു. പ്രശസ്ത തബല വിദ്വാൻ സാക്കിർ ഹുസൈൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് US-ലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലെത്തിയിരുന്നു. രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും സാക്കിർ ഹുസൈനെ അലട്ടിയിരുന്നു. തബലവാദനത്തിന്റെ ഇതിഹാസം സാക്കിർ ഹുസൈന്റെ ഓർമ്മകളിൽ മേളകലയുടെ ഈറ്റില്ലമായ പെരുവനം ഗ്രാമം. 2017 മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേളി സംഘടനയുടെ 25ാം വാർഷികത്തിനാണ് സക്കീർ ഹുസൈൻ ചേർപ്പ് CNN സ്കൂളിലെ വേദിയിലെത്തിയത്. മേളപ്രമാണിമാരായ പെരുവനം കുട്ടന്മാരാരും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും ചേർന്നാണ് സക്കീർ ഹുസൈനെ ആദരിച്ചത്. വാദികലയിലെ ആചാര്യന്മാർ സക്കീർ ഹുസൈന് വീരശൃംഖലയും സമർപ്പിച്ചു. പെരുവനം കുട്ടന്മാരാർ പാണ്ഡിമേളം നടത്തിയാണ് സക്കീർ ഹുസൈനെ വരവേറ്റത്. മട്ടന്നൂരിനോടൊപ്പം ചെണ്ടയിലും തബലയിലും ലൈവിന്യാസം സമർപ്പിച്ചാണ് തബലയുടെ മാന്ത്രികൻ അന്ന് ചേർപ്പിൽ നിന്ന് മടങ്ങിയത്. കലയോടുള്ള പെരുവനം ഗ്രാമത്തിന്റെ സവിശേഷത മാനിച്ചാണ് സക്കീർ ഹുസൈൻ വീരശൃംഖല ഏറ്റുവാങ്ങാൻ ചേർപ്പിലെത്തിയത്. പെരുവനം ഗ്രാമചരിത്രം കലയിലൂടെ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും അന്ന് സക്കീർ ഹുസൈൻ നിർവഹിച്ചിരുന്നു. TCV ന്യൂസ് ചേർപ്പ്. റോഡപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ പിടികൂടാൻ 1 മാസം നീണ്ടുനിൽക്കുന്ന സ്പെഷ്യൽ ഡ്രൈവുമായി ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും. ഡിസംബർ 17 മുതൽ ജനുവരി 16 വരെയാണ് ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ജില്ലയിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുക. മദ്യപിച്ച് വാഹനമോടിക്കൽ, അമിതവേഗം എന്നിവയായിരിക്കും 30 ദിവസം തുടരുന്ന പരിശോധനയിൽ കണ്ടെത്തി നടപടിയെടുക്കുക. ജില്ലയിൽ ഈ വർഷം നവംബർ മാസം വരെ 2214 വാഹനാപകടങ്ങൾ ഉണ്ടായതായാണ് കണക്ക്. കഴിഞ്ഞ വർഷം ഇത് 2612 ആയിരുന്നു. അപകടങ്ങൾ കുറയ്ക്കുവാനുള്ള നടപടികൾ തുടരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറഞ്ഞു. നോട്ടീസ് നൽകിയിട്ടും പിഴയടയ്ക്കാത്ത ജില്ലയിലെ ട്രാഫിക് നിയമലംഘകർക്ക് പിഴയൊടുക്കുവാനായി ഈ മാസം 27, 28, 29 തീയതികളിൽ തൃശൂരിൽ സ്പെഷ്യൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. അപ്രതീക്ഷിത മഴയിൽ അരിമ്പൂർ, അന്തിക്കാട്, മണലൂർ പ്രദേശങ്ങളിലെ കോൾ പാടശേഖരങ്ങളിലെ കൃഷിനാശത്തിലുണ്ടായത് 1 കോടി രൂപയോളം നഷ്ടം. അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകർ. അന്തിക്കാട് പാടശേഖരത്തിൽ 350 ഏക്കറും അരിമ്പൂർ വാരിയം കോൾ പാടശേഖരത്തിൽ 100 ഏക്കറും സൗത്ത് മണലൂർ പാടശേഖരത്തിൽ 15 ഏക്കറും കൃഷിയാണ് നശിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴയെ തുടർന്ന് പാടത്തേക്ക് ഒഴുകിയെത്തിയ വെള്ളത്തിനൊപ്പം ചണ്ടിയും കുളവാഴയും നെൽച്ചെടികൾക്ക് മീതെ അടിഞ്ഞുകൂടിയതോടെയാണ് കൃഷി പൂർണ്ണമായും നശിച്ചതെന്ന് കർഷകർ പറയുന്നു. വളപ്രയോഗം ഉൾപ്പെടെ നടത്തിയ നെൽച്ചെടികളാണ് നശിച്ചത്. കനത്ത മഴ ശമിച്ചപ്പോൾ മോട്ടോർ പ്രവർത്തിപ്പിച്ച് കോൾ പടവുകളിലെ വെള്ളം വറ്റിക്കാൻ പടവ് കമ്മിറ്റികൾ ശ്രമിച്ചുവെങ്കിലും കരിവാലി ചണ്ടി വന്നടിഞ്ഞതോടെ ഇറിഗേഷൻ കനാലുകളിൽ നീരൊഴുക്ക് നിലയ്ക്കുകയും പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകാത്ത സ്ഥിതിയുണ്ടാവുകയുമായിരുന്നുവെന്ന് വിവിധ പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കണ്ടില്ലേ, ഇതാണിപ്പോ ഞങ്ങളുടെ വാര്യം പടവിലെ വെള്ളം കയറി നശിച്ചു കൊണ്ടിരിക്കുന്ന ഞാറ് നട്ടത്. എനിക്ക് 63 സെന്റാണ് കൃഷിയിടം.
ഉള്ളത്. അതിൽ കംപ്ലീറ്റ് മുങ്ങിപ്പോയി ഈ അവസ്ഥയിലാണ്. ഞാൻ മണലൂര് സൗത്ത് പാടശേഖര സമിതിയിലെ ഒരു കർഷകനാണ്. ഞാൻ ഇവിടെ ഒരു ഏക്കർ കൃഷി ഞാൻ ചെയ്തു. ഉഷാറായിട്ടുള്ള നെല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂനമർദ്ദത്തിൽ ചണ്ടി അതുപോലെ തന്നെ വെള്ളം നിന്നിട്ട് നശിച്ചു. ഈ കാണാനാണ് നമ്മുടെ നിലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഉയർത്തി വെച്ചാലും ഇതിന്റെ കട ഒക്കെ ആകെ ചീഞ്ഞു പോയി. കൃഷിക്കാർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ഇറിഗേഷൻ കനാലിൽ ആഴത്തിൽ വേരോടിയ കരിവാലിച്ചണ്ടി അടിയന്തിരമായി നീക്കം ചെയ്യണമെന്നും പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച കുചേല ദിനം ആഘോഷിക്കും. ധനുമാസത്തിലെ 30 ബുധനാഴ്ചയാണ് കുചേല ദിനം ആഘോഷിക്കുന്നത്. കുചേല ദിനത്തിലെ പ്രധാന വഴിപാടായ വിശേഷാൽ അവൽ നിവേദ്യത്തിന് ചീട്ടാക്കൽ ആരംഭിച്ചു. അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ് ബാക്കി വരുന്ന ടിക്കറ്റുകൾ ചൊവ്വാഴ്ച വൈകിട്ട് 5 മുതൽ ക്ഷേത്രം കൌണ്ടറിൽ വിതരണം ചെയ്യും. അവിൽ, പഴം, ശർക്കര തുടങ്ങിയവ ഭക്തർക്ക് നേരിട്ട് കൊണ്ടുവന്ന് നിവേദിക്കുന്നതിനുള്ള സംവിധാനവും ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുചേലവൃത്തം കഥകളി സംഗീതാർച്ചന നടത്തും. തുടർന്ന് നൃത്തശില്പവും അരങ്ങേറും. ഗുരുവായൂർ കിഴക്കേനടയിലെ മഞ്ജുലാൽ തറയിലെ കുചേല പ്രതിമയ്ക്ക് ദേവസ്വത്തിന്റെ അവഗണന. കയ്യിലുണ്ടായിരുന്ന കീറിപ്പറഞ്ഞ ഓലക്കുടയും ഈയിടെ പറന്നുപോയി. പലയിടത്തും പെയിന്റ് ഇളകിപ്പോയി പ്രതിമയ്ക്ക് വിള്ളലും സംഭവിച്ചിട്ടുണ്ട്. കുചേല പ്രതിമയും മറുവശത്തുള്ള ഗരുഡ പ്രതിമയും ഇവ സ്ഥിതി ചെയ്യുന്ന മഞ്ജുലാൽ തറയും നവീകരിക്കുമെന്ന് ദേവസ്വം പ്രഖ്യാപിച്ചിട്ട് 2 വർഷത്തോളമായി. 2023 ജൂലൈയിൽ ഇതിന്റെ ചെറുരൂപം പ്രദർശിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ കേരളത്തോടുള്ള നിഷേധ നിലപാടിനെതിരെ മതേതര ജനാധിപത്യ നിര കെട്ടിപ്പടുക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ CPM തൃശൂർ ഏരിയ സമ്മേളനം പാട്ടരാക്കിലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന ഗവൺമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെ അടിയിൽ ഒപ്പിടുകയെന്ന ഭരണഘടനാപരമായ ചുമതല നിറവേറ്റാത്ത ഗവർണറെ കൊണ്ട് കേരളത്തിന് ഉപദ്രവമല്ലാതെ ഉപകാരമില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പരിഷ്കാരം രാജ്യത്തെ പ്രസിഡന്റ് ഭരണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംഘപരിവാർ നീക്കമാണെന്നും വിജയരാഘവൻ പറഞ്ഞു. CPM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗം PA പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഷാജൻ, UP ജോസഫ്, ഏരിയ സെക്രട്ടറി K. രവീന്ദ്രൻ, മുൻമന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, ഡെപ്യൂട്ടി മേയർ ML റോസി തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ മാർച്ചും ധർണയും നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. മുൻ മേയർമാരായ IP പോൾ, രാജൻ ജയപ്പല്ലൻ, കോൺഗ്രസ് നേതാക്കളായ ഹാപ്പി മത്തായി, ജേക്കബ് പുലിക്കൂട്ടിൽ, തിമോത്തി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. വിലക്കയറ്റത്തിനും വൈദ്യുതി ചാർജ് വർധനവിനുമെതിരെ RSP ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. RSP ദേശീയ സമിതി അംഗം K. സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി കേരളത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുകയാണെന്ന് സനൽകുമാർ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി MP ജോബി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങോട് സുരേഷ്, ജോസഫ് കുര്യൻ, KM അനിൽകുമാർ, PK അലി തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്മസ് അവധിക്ക് നാട്ടിലെത്താൻ ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാതെ പ്രവാസി മലയാളികൾ. കൊള്ളനിരക്ക് ഈടാക്കി സ്വകാര്യ ബസ്സുകൾ. ക്രിസ്മസിന് കേരളത്തിലേക്ക് ട്രെയിനിൽ ടിക്കറ്റുകൾ ലഭ്യമല്ലാതാകുമ്പോൾ നേട്ടമുണ്ടാക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ്. ഈ ദിവസങ്ങളിൽ ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് പല മടങ്ങായി ഉയർത്തിയിട്ടുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞ് തിരിച്ചുള്ള ദിവസങ്ങളിലും ഉയർന്ന നിരക്ക് തന്നെയായിരിക്കും ഈടാക്കുകയെന്ന് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നു. പല ട്രാവൽ ഏജൻസികളും തോന്നിയ പോലെയാണ് നിരക്ക് കൂട്ടുന്നത്. ഇരട്ടിയിലധികമാണ് നിരക്ക് വർധന. ക്രിസ്മസ് യാത്രാ തിരക്ക് കൂടുമ്പോൾ പ്രീമിയം തൽക്കാൽ ബുക്കിംഗ് മുഖേന 3 ഇരട്ടി വരെ നിരക്കാണ് ടിക്കറ്റിന് റെയിൽവേ ഈടാക്കുന്നത്. ചെന്നൈയിൽ നിന്ന് തെക്കൻ കേരളത്തിലേക്കുള്ള തീവണ്ടികളിൽ ക്രിസ്മസ് അവധിയോടനുബന്ധിച്ച് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ 1410 രൂപ വരെയാണ് പ്രീമിയം തൽക്കാൽ നിരക്ക്. സാധാരണ സ്ലീപ്പർ ടിക്കറ്റിന് 470 രൂപ ഈടാക്കുന്ന സ്ഥാനത്താണിത്. തേർഡ് AC-യിൽ 1245 രൂപയ്ക്ക് പകരം 3400 രൂപയോളം നൽകണം. ടിക്കറ്റ് ലഭിക്കാൻ സാധ്യത കൂടുതലായതിനാൽ ഭൂരിഭാഗം പേരും സാധാരണ തത്കാൽ ബുക്കിംഗിന് പകരം ആദ്യം തന്നെ പ്രീമിയം തൽക്കാലിന് ശ്രമിക്കുകയാണ്. ഇതിനാൽ റിസർവേഷൻ പുരോഗമിക്കുന്നതനുസരിച്ച് നിരക്ക് വർദ്ധിക്കുന്ന പ്രീമിയം തൽക്കാലിന്റെ പരമാവധി നിരക്കിലുള്ള ടിക്കറ്റുകൾ വളരെ വേഗം വിറ്റുപോവുകയാണ്. പതിവ് തീവണ്ടികൾ കൂടാതെ ശബരിമല തീർത്ഥാടനം പ്രമാണിച്ച് പ്രത്യേക സർവീസ് നടത്തുന്ന തീവണ്ടികളിലും പ്രീമിയം തൽക്കാൽ മൂലം 3 ഇരട്ടി നിരക്ക് റെയിൽവേ ഈടാക്കുന്നുണ്ട്. എന്നിട്ടും ട്രെയിനുകളിൽ മതിയായ സീറ്റുകൾ ലഭ്യമല്ല എന്നതാണ് വസ്തുത. മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ യാത്രക്കാരുണ്ടാവുക. വിമാന ടിക്കറ്റ് നിരക്കും ക്രിസ്മസിനോടനുബന്ധിച്ച് വൻതോതിൽ ഉയർത്തിയിട്ടുണ്ട്. TCV തൃശൂർ.
തൃശൂർ അതിരൂപത മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുത്തൻപാന നൃത്ത സംഗീത ആവിഷ്കാരം ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിൽ ഇടം നേടി. 3100 അമ്മമാരാണ് ഈ റെക്കോർഡ് നൃത്ത സംഗീത ആവിഷ്കാരത്തിൽ അണിനിരന്നത്. ആധുനിക കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ മേഖലകളിലും ക്രിസ്തീയ സാഹിത്യത്തിലും ഏറെ സംഭാവനകൾ നൽകിയ ജർമ്മൻകാരനായ അർണോസ് പാതിരി രചിച്ച പ്രധാന സാഹിത്യകൃതികളിൽ പ്രസിദ്ധമാണ് പുത്തൻപാന. പുത്തൻപാനയിലൂടെ ഈശോയെ പാടി സ്തുതിക്കുന്ന നൃത്ത സംഗീത ആവിഷ്കാരമാണ് 3100ഓളം അമ്മമാരുടെ നേതൃത്വത്തിൽ തൃശൂർ ലൂർദ് കത്തീഡ്രൽ അങ്കണത്തിൽ അവതരിപ്പിച്ചത്. വെള്ള വസ്ത്രവും നീല ഷോളുമണിഞ്ഞ് നീലയും വെള്ളയും നിറമുള്ള തൊപ്പിയും ധരിച്ചാണ് അമ്മമാർ അണിനിരുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ 6 അമ്മമാർ താളമിട്ട നൃത്തച്ചുവടുകൾക്ക് ബാക്കിയുള്ളവർ പങ്കാളികളായി. അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325 വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനോടനുബന്ധിച്ചാണ് 15 മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്ത സംഗീതാവിഷ്കാരം സംഘടിപ്പിച്ചത്. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, അതിരൂപത മാതൃവേദി ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ, ഗ്ലോബൽ മാതൃവേദി പ്രസിഡന്റ് ബീന ജോഷി, മാതൃവേദി പ്രസിഡന്റ് LC വിൻസെന്റ്, പ്രോഗ്രാം കൺവീനർ ലിസി പോൾ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് കുത്തൂർ, ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് നിരീക്ഷകരായ ജോസ് പീറ്റർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. റെക്കോർഡ് പ്രഖ്യാപനത്തിന് ശേഷം സർട്ടിഫിക്കറ്റും മെഡലും അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് അധികൃതരിൽ നിന്നും ഏറ്റുവാങ്ങി. നിലവിലെ റെക്കോർഡായ 1518 പേർ പങ്കെടുത്ത ഇരിങ്ങാലക്കുട തെക്കൻ താണിശ്ശേരിയിൽ നടന്ന പുത്തൻപാന നൃത്ത സംഗീതാവിഷ്കാരത്തെ മറികടന്നാണ് തൃശൂർ അതിരൂപത മാതൃവേദി റെക്കോർഡ് കരസ്ഥമാക്കിയത്. TCV തൃശൂർ. വീട്ടുമുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്നും 2 വയസ്സുകാരനെ രക്ഷിച്ചത് അമ്മയുടെ സമയോചിതമായ ഇടപെടൽ. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മാർത്തോമ ദേവാലയത്തിന് സമീപം പള്ളിയിൽ വിജോയുടെ 2 വയസ്സുകാരനായ മകൻ കെൻസ് അമ്മ ഗ്രീഷ്മയ്ക്കൊപ്പം മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു അപകടം. തുറക്കുന്നതിനിടെ നിലംപതിച്ച സ്ലൈഡിംഗ് ഗേറ്റ് കുട്ടിയുടെ ദേഹത്തേക്ക് വീഴുന്നതിന് മുൻപ് ഗ്രീഷ്മ ഗേറ്റ് താങ്ങിപ്പിടിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ചേലക്കര കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PM അനീഷ് രാജി സമർപ്പിച്ചു. ചേലക്കരയിലെ കോൺഗ്രസിന്റെ തോൽവിയെ തുടർന്നാണ് KPCC നേതൃത്വത്തിന് അനീഷ് രാജിക്കത്ത് നൽകിയത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സൌത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പുല്ലാങ്കുഴൽ ശില്പശാല സംഘടിപ്പിച്ചു. 50 വർഷത്തോളമായി സംഗീതരംഗത്തെ നിറസാന്നിധ്യമായ പുല്ലാങ്കുഴൽ വിദ്വാനും നിർമ്മാതാവുമായ TA ശിവദാസിന്റെ നേതൃത്വത്തിൽ സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിലായിരുന്നു ഏകദിന ശില്പശാല അരങ്ങേറിയത്. പുല്ലാങ്കുഴൽ നിർമ്മാണ സംബന്ധിയായ സാങ്കേതിക വിദ്യയുടെ പാഠങ്ങളും വായനാ സമ്പ്രദായങ്ങളുടെ വിപുലമായ ആമുഖവും ശില്പശാലയിൽ അവതരിപ്പിച്ചു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 25 പേരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ശിവദാസും സംഘവും അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരിയോടെയാണ് ശില്പശാലയ്ക്ക് സമാപനമായത്. സൌത്ത് സോൺ കൾച്ചറൽ സെന്റർ തഞ്ചാവൂർ ഡയറക്ടർ KK ഗോപാലകൃഷ്ണൻ, ഫാക്കൽറ്റി ശ്യാം സുന്ദർ എന്നിവർ നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധി MP ചൊവ്വാഴ്ച തൃശൂരിലെത്തും. സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ഒല്ലൂർ തേക്കാട്ടുശ്ശേരി സ്വദേശി മാധവൻ നമ്പൂതിരിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാനാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. ഹെലികോപ്റ്റർ മാർഗം രാവിലെ എത്തുന്ന രാഹുൽ ഗാന്ധി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. തൃശൂർ ശങ്കരംകുളങ്ങര അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 55ാമത് പൂങ്കുന്നം ദേശവിളക്ക് മഹോത്സവം വർണ്ണാഭമായി. ദീപാരാധനയ്ക്ക് ശേഷം ശിവക്ഷേത്ര നടയിൽ പറ നിറച്ചതോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വിവിധ ഭവനങ്ങളിൽ നിന്നും പറയെടുത്ത് ശങ്കരൻകുളങ്ങര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ശങ്കരൻകുളങ്ങര ക്ഷേത്ര നടയിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പ് ശിവക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേർന്നു. മേജർ സെറ്റ്, പഞ്ചവാദ്യം, തേര്, താലം, ശാസ്താംപാട്ട്, വിവിധ ക്ഷേത്രകലകൾ എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. തുടർന്ന് കർപ്പൂര ദീപവും ശാസ്താംപാട്ടും ഉണ്ടായിരുന്നു.
തൃശൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വാസുദേവൻ അന്തിക്കാട് അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻമന്ത്രി അഡ്വക്കേറ്റ് BS സുനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് MV ബാബു അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, BJP ദേശീയ കൌൺസിൽ അംഗം MS സമ്പൂർണ്ണ, പ്രസ് അക്കാദമി വൈസ് പ്രസിഡന്റ് TS സുഭാഷ്, TS നീലാംബരൻ, അലക്സാണ്ടർ സാം തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്രനടയിലെ വിവാഹ രജിസ്ട്രേഷനുള്ള നഗരസഭയുടെ കൌണ്ടർ വെള്ളിയാഴ്ച മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വത്തിന്റെ സഹകരണത്തോടെ ദേവസ്വത്തിന്റെ വൈജയന്തി കെട്ടിടത്തിലാണ് വിവാഹ രജിസ്ട്രേഷൻ കൌണ്ടർ ആരംഭിക്കുന്നത്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന വധൂവരന്മാർക്ക് വിവാഹം നടന്നയുടൻ തന്നെ രജിസ്ട്രേഷൻ നടത്താൻ ഇത് ഏറെ സഹായകരമാകും. ഈ സേവനം നടപ്പിലാക്കാനായി 17 ലക്ഷം രൂപയാണ് നഗരസഭ ചെലവിടുന്നത്. രജിസ്ട്രേഷൻ കൌണ്ടറിൽ നഗരസഭയുടെ 2 ജീവനക്കാരുടെ സേവനം ഉണ്ടാകും. നഗരസഭാ ഓഫീസിലെ വിവാഹ രജിസ്ട്രേഷൻ സൗകര്യം പതിവ് പോലെ പ്രവർത്തിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AS മനോജ്, AM ഷഫീർ, A സായിനാഥൻ, സെക്രട്ടറി H അഭിലാഷ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാലാവധി കഴിഞ്ഞ് മാസങ്ങളായിട്ടും ചിട്ടിപ്പണം തിരികെ നൽകാതെ ചാലക്കുടിയിലെ സഹകരണ സ്ഥാപനം നിക്ഷേപകരെ കബളിപ്പിച്ചതായി പരാതി. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന തൃശൂർ വിഡോ ഡെവലപ്പേഴ്സ് സഹകരണ സംഘത്തിനെതിരെ മട്ടത്തൂർക്കുന്ന് സ്വദേശി രാമദേവനാണ് പരാതി നൽകിയത്. അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും പോലീസിനും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. നിരവധി പേർ വേറെയും പരാതിക്കാരായുണ്ട്. കുറച്ചു നാളുകളായി ഓഫീസ് വല്ലപ്പോഴുമേ തുറക്കാറുള്ളൂവെന്നും പറയുന്നു. പ്രസിഡന്റിനെയും മറ്റു ഭാരവാഹികളെയും ഫോണിൽ വിളിച്ചപ്പോൾ കഴിഞ്ഞ ഭരണസമിതി ഭാരവാഹികൾ ചിട്ടിക്കണക്കുകൾ തരാത്തതിനാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് മറുപടി. ഇപ്പോൾ ഫോൺ വിളിച്ചാൽ ബന്ധപ്പെട്ടവർ എടുക്കുന്നില്ലെന്നും നിക്ഷേപകർ പറയുന്നു. വഞ്ചിതരായ ചിട്ടി വരിക്കാർക്ക് എത്രയും വേഗം ചിട്ടിപ്പണം തിരികെ ലഭിക്കാൻ നിയമപരമായി ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് AN രാമദേവൻ, ഡേവിഡ് നമ്പാടൻ, NP പ്രദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3204 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പൂരം ഉത്സവാഘോഷങ്ങളിലെ ആനയെഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തദ്ദേശീയർക്കും മുതിർന്ന പൌരന്മാർക്കും ദർശനത്തിനുള്ള ക്യൂ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തം. തീരുമാനം ദേവസ്വം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. 2 സൈബർ കേസുകളിലായി 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ഇതര സംസ്ഥാനക്കാരായ 3 പേരെ ഉത്തരേന്ത്യയിൽ നിന്നും തൃശൂർ സൈബർ ക്രൈം പോലീസ് പിടികൂടി. പുന്നൂർ സ്വദേശികളുടെ പണമാണ് പ്രതികൾ തട്ടിയെടുത്തത്. ജനവാസ കേന്ദ്രങ്ങളിലും പൊതുയിടങ്ങളിലും സെപ്റ്റിക് മാലിന്യം അടക്കം തള്ളുന്നത് പതിവാകുന്നു. കാറളത്തും പാവറട്ടിയിലും തള്ളിയ മാലിന്യം നിക്ഷേപിച്ചവരെ കൊണ്ട് തിരിച്ചെടുപ്പിച്ച് അധികൃതർ. കൊടകര കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കനത്ത പോലീസ് സുരക്ഷയിൽ കുന്നംകുളം കോടതിയിലെത്തിയാണ് മൊഴി നൽകിയത്. കടുത്ത ജോലിഭാരം, അവധി ലഭിക്കുന്നില്ല, പോലീസുകാർക്കിടയിൽ ആത്മഹത്യയേറുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.